എന്താണ് ഉണ്ടായത്? എത്ര മണിക്കാണ് ഈ സംഭവം? 11:30 മണിയായി. അപ്പോഴേക്കും മഴ പെയ്തു. അപ്പോഴേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴേക്കും വെള്ളം വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. എത്ര മണിക്കാണ് രാവിലെ തുടങ്ങിയത്? 8:30 മണിക്കാണ്. ഇവിടെ നമ്മൾ 10 മണി കഴിക്കുമ്പോഴാണ് ഇവിടെ ഇറങ്ങി. അപ്പുറത്ത് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ സാറ് പറഞ്ഞു ഇങ്ങോട്ട് ഇതിനെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യാൻ പോകും. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇറങ്ങുകയും മഴ തുടങ്ങി. അപ്പം പിന്നെ നമ്മൾ മറ്റു 2 പണിക്കാരുണ്ട്, അവരെ ഇറക്കിയില്ല. പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് കയറാൻ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വെള്ളം ഇപ്പം ഇവിടുത്തെ പാഴ്സൽ കൗണ്ടറിൽ ആൾക്കാരും പറഞ്ഞ് കയറിക്കോ, വെള്ളം കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ കുറച്ച് നേരം കേട്ടില്ല. പിന്നെയാണ് കയറിയതും ആ സൈഡായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ആഴമില്ല. ഈ സൈഡ് വെള്ളം കുഴിയായിരുന്നു. പുള്ളിക്കാരൻ കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കും വെള്ളം കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. അപ്പോഴേക്കും അടിയിലോട്ട് പോയി. നിങ്ങളെന്താ ചെയ്ത കാര്യം? ഇല്ല, ഞാൻ കയറെടുത്തിട്ട് ഓടി അവിടെ ഇട്ട് കൊടുത്ത് കയറ്റാന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്നു പുള്ളിക്കാരൻ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫയർഫോഴ്സിനെ ഉടനെ വിളിച്ചു. അവരൊന്നും ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നുമില്ല. കാരണം ഇതിന് അടിയിൽ കൂടെ അങ്ങാ പോകുന്നത് അപ്പുറത്ത്. അപ്പോഴേക്കും ഇവിടെ വേസ്റ്റ് ഒരുപാട് അടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഇപ്പോൾ ഇവിടെയാണ് തിരിച്ച് നടക്കുന്നത്. അവിടെ വരെ നമ്മൾ ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ പകുതി, ഈ സെൻറ്റർ. അങ്ങോട്ടേക്ക് എത്ര ദൂരം ഉണ്ട് ഏകദേശം? അപ്പുറത്തെ അതിലേക്ക് ഒരു 90 മീറ്ററോളം ഉണ്ട് ടോട്ടൽ. അതിൻ്റെ ഇടയിൽ വേസ്റ്റ് നിറഞ്ഞിട്ടാണുള്ളത്. വേസ്റ്റ് അവിടെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പുറ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരുന്നതനുസരിച്ച് ഇവിടെ വേസ്റ്റ് ഒരുപാട് ഞെരുങ്ങിയിരിക്കും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ കുറച്ച് വേസ്റ്റ് അടിയന്തരമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പം എങ്ങനെ എവിടെ കുടുങ്ങിക്കിടക്കാനാണ് ഒരു സൈഡ് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, ഇവിടെ ഒരു ചെറിയ ഗ്രില്ലുണ്ട്. അപ്പോൾ ഗ്രില്ല് പിന്നെ വേസ്റ്റ് കൂടി കിടക്കുന്നത് കൊണ്ട് പിന്നെ ഈ ഭാഗത്ത് തന്നെ കാണും ആണ് നമ്മുടെ പ്രതീക്ഷ. കാരണം നമ്മുടെ അവിടെ മെയിനോളിൻ്റെ അവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒന്നുമില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ അവർ നോക്കുന്നുണ്ട്. അവർ മെയിനോളുണ്ട്, അതിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇതിന് മുമ്പ് എത്ര നാൾ മുമ്പാണ് ഇത് ക്ലീൻ ചെയ്ത് ഏകദേശം? അല്ല, ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഗവൺമെൻറ് ഇതിൻ്റെ ഇത് തന്നിട്ട് റെയിൽവേയുടെ അവർ വർക്ക് തന്നിട്ട് ഇപ്പോൾ നമുക്ക് 1 മാസമായേ ഉള്ളൂ. ഇതിന് മുമ്പ് 2 വർഷം മുമ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തത്? അല്ലേ, ഇവിടെ അത് അവർ മാനുവലായിട്ട് മുനിസിപ്പാലിറ്റിയാരൊക്കെയാണ് ക്ലീൻ ചെയ്തത്. ഇതിപ്പം പിന്നെ അത് ഇറിഗേഷനാണ്, അപ്പുറത്ത് അതിനപ്പുറം ഇറിഗേഷനാണ്. ഇത് റെയിൽവേയുടെ ആയതുകൊണ്ടാണ് 2 വകുപ്പാണ്. അപ്പോൾ ഇത് റെയിൽവേയുടെ വർക്കിലാണ് നമ്മൾ വന്നത്. ഇത്ര വലിയ മാലിന്യം നിറഞ്ഞ ഈ തോട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കയറ് കെട്ടിയിടുമോ, അങ്ങനെ എന്തെങ്കിലും സുരക്ഷ? പുള്ളിക്കാരൻ വന്നിട്ട് ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. നമ്മൾ കയറ് കെട്ടി ഇറക്കിയാൽ അവൻ അവിടെ ചെന്നിട്ട് ഇതിന് അഴിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ പറയുന്ന അങ്ങനെ ഇതാക്കില്ല. അപ്പം പുള്ളിക്കാരൻ ഈ പണിക്കാരെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ വിളിച്ച ഉടനെ വരും, വന്നിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കയറ് മാറ്റരുത്. അവന് കെട്ടിയിടാറുണ്ടോ സാധാരണ? നമ്മൾ ഇടുമ്പി കെട്ടും. ഇവൻ കയറ് തന്നെ ആദ്യം അഴിച്ചിട്ട് ഇവ അങ്ങ് പോയിട്ട് ഇവ അങ്ങ് ചെയ്യും. കാരണം ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആശ. എന്താ ജോലി? വേറെന്താ ജോലി? ആക്രി ഇറക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെയുള്ള വർക്കിന് വിളിച്ചാൽ വരും. വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇവിടെ മാരായമുട്ട എവിടെയാണ്? മാരായമുട്ടത്ത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വരുന്നുണ്ടോ ജോലി? ഇപ്പം 3 ദിവസമായേ ഉള്ളൂ. ഇതിനു മുമ്പ് ഒരു 2 വർഷത്തിന് മുമ്പ് നമ്മൾ വേറെ ഈ ആറാലുമൂട് റോഡ് കനാൽ വൃത്തിയാക്കിയപ്പോഴൊക്കെ അവിടെ വന്നിരുന്നു. കനാലുകൾ വൃത്തിയാക്കാറുണ്ടോ? മറ്റു വർക്കുകൾ എടുക്കാറുണ്ടോ? ഇറിഗേഷൻ്റെ വർക്കുകൾ എടുക്കും. റെയിൽവേയുടെ ഇതിൽ ആദ്യമായിട്ടാണ് നമ്മൾ എടുത്തത്. ഇതിപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയായി.